നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അടുത്ത മുഖ്യമന്ത്രിയായി എ.കെ. ആന്റണി എത്തുമോ? തിരുവനന്തപുരത്ത് എഴുത്തും വായനയുമായി കഴിയുന്ന എ.കെ. ആന്റണിയെ സഹികെട്ടാൽ മുഖ്യമന്ത്രിയാക്കാമെന്ന തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ്. കെ.സിയും ആർ.സിയും വി.ഡിയും ചേരിതിരിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇത്തരത്തിൽ ആലോചിക്കുന്നത്. തനിക്ക് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആർ.സിയെയും വി.ഡിയെയും കെ.സി വെട്ടും. അങ്ങനെ വന്നാൽ എ.കെ. വരും. എന്നാൽ എ.കെയുടെ മകന്റെ ബി.ജെ.പി. പ്രവേശനം ഉയർത്തിയ ഇത്തരമൊരു ചിന്തയെ എതിർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾക്ക് കെ.പി.സി.സി ഏർപ്പെടുത്തിയ വിലക്കിനിടയിലും പരോക്ഷമായ പ്രചാരണങ്ങളിൽ നേതാക്കൾ രസം കണ്ടെത്തിയതോടെയാണ് ഇത്തരമൊരു നീക്കം തുടങ്ങിയത്. മുമ്പും ഇത്തരത്തിൽ ആന്റണിക്ക് സർപ്രൈസ് CM പദവി ലഭിച്ചിട്ടുണ്ട്. താൻ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതല്ലെന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല തന്റെ രാഷ്ട്രീയ ചരിത്രം ഓർമ്മിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. കൊച്ചിയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ചെന്നിത്തലയുടെ ഓർമ്മിപ്പിക്കൽ. ചടങ്ങിലുണ്ടായിരുന്ന VM സുധീരൻ ചെന്നിത്തലയുടെ ഭരണ മികവിനെ പുകഴ്ത്തുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ചെന്നിത്തല KSU രൂപീകരിച്ചതിന്റെ അടക്കമുള്ള ചരിത്രം പറഞ്ഞത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകുമെന്ന പരിഹാസവും ചെന്നിത്തല നടത്തി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് KSU യൂണിറ്റ് സെക്രട്ടറി ആയത്. ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതല്ല. ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും വളർന്നു വന്ന നേതൃനിരകളാണ് ഞങ്ങളൊക്കെയും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകും. അന്ന് കഷ്ടപ്പെട്ട് സൈക്കിളിൽ യാത്ര ചെയ്താണ് KSU രൂപീകരിച്ചത്. അടികൊണ്ട് തല പൊട്ടി ചോര വന്നിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പാർട്ടിക്കെതിരെ ഒരു അക്ഷരം പോലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളാണ് താൻ. സ്ഥാനങ്ങൾ വരികയും പോകുകയും ചെയ്യുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. എന്നാൽ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടല്ല തന്റെ പ്രതികരണമെന്നും പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചെന്നിത്തല വ്യക്തമാക്കി. അത് വേറെ രീതിയിൽ പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പരാമർശവും നടത്തരുതെന്ന് KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശമുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയവരെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിൽ പ്രചാരണം നടന്നു വരുന്നുണ്ട്. വേണുഗോപാലിനെ കുറിച്ച് ജനനായകൻ എന്ന പേരിൽ വീഡിയോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയെ ജനനായകനാക്കിയുള്ള ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ അനുയായികളും ഇറക്കി. വേണുഗോപാലിനെ കുറിച്ചുള്ള ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം ഏതാണ്ട് പൂർത്തിയായെന്നാണ് സൂചന. കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കി രമേശ് ചെന്നിത്തല പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുമുണ്ട്. ട്രയൽ കഴിഞ്ഞ ദിവസം നടന്നു. ലോൺ ആപ്പ് കെണിയിൽ വീഴുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യുന്നു. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കഴുത്തറപ്പൻ പലിശക്കാരെ പിടിക്കാൻ നടപ്പാക്കിയ ഓപ്പറേഷൻ കുബേരയെ കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. കേരള യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ പോഡ്കാസ്റ്റിൽ വരും ദിവസങ്ങളിൽ ചെന്നിത്തല വ്യത്യസ്തമായ വിഷയങ്ങളായി വരും. ചെന്നിത്തലയുടെ ഒരു നോവൽ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു. ലോക്സഭ, രാജ്യസഭ, നിയമസഭ തുടങ്ങിയ വേദികളിൽ KC വേണുഗോപാൽ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം ഉടൻ പ്രസിദ്ധീകരിക്കും. ക്രൈസ്തവ വേദികളിൽ VD സതീശൻ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരവും അണിയറയിൽ ഒരുങ്ങുന്നുവെന്നാണ് വിവരം. തനിക്കും കുടുംബത്തിനുമെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സാമൂഹിക മാധ്യമ കോൺഗ്രസ് ഭുജികളും നടത്തുന്ന പരിഹാസത്തിലും ആക്ഷേപത്തിലും മനം നൊന്താണ് എ.കെ. ആന്റണി തലസ്ഥാനത്ത് ജീവിച്ചത്. മറിയാമ്മ ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ പ്രചാരണത്തിലെത്തിയത് ആന്റണിയെയും കുടുംബത്തെയും വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ദേശീയ രാഷ്ട്രത്തിൽ എ.കെ. ആന്റണി യുഗം അവസാനിച്ചിട്ട് കുറച്ചു നാളായി. മകൻ കോൺഗ്രസ് വിട്ടതോടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ശാപവചനങ്ങൾ ഉതിർക്കുന്നത് എ.കെ. ആന്റണിക്ക് നേരെയാണ്. എ.കെ. ആന്റണിയും ബി.ജെ.പിയിലേക്ക് എന്ന് പോസ്റ്റ് ഇടുന്ന നിരവധി പ്രവർത്തകർ കോൺഗ്രസിലുണ്ടായിരുന്നു. ആന്റണി അറിഞ്ഞിട്ടാണ് മകൻ ബി.ജെ.പിയിലേക്ക് പോയതെന്ന് പോസ്റ്റ് ഇടുന്നവരും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായാൽ ഇവർക്ക് പണി കിട്ടും. കോൺഗ്രസ് പ്രവർത്തകർക്ക് അനിൽ ആന്റണിയുടെ ബി.ജെ.പി. പ്രവേശനത്തിൽ അത്ഭുതമൊന്നുമില്ലെങ്കിലും അവർ എ.കെ. ആന്റണിയോടുള്ള അസൂയയും പകയും തീർക്കാനുള്ള അവസരമായി ഇതിനെ വിനിയോഗിക്കുന്നു. ദേശീയതലത്തിൽ ആന്റണിക്കുള്ള സ്വീകാര്യത ഇതോടെ ഇല്ലാതായി. അനിലിന്റെ രാജി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചതാണെങ്കിലും ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് കരുതിയില്ല. ഒരു ഘട്ടത്തിൽ അനിൽ കോൺഗ്രസ് വിടില്ലെന്ന് ആന്റണി സോണിയയും രാഹുലിനെയും അറിയിച്ചിരുന്നു. പക്ഷെ അനിലുമായി ആന്റണി ഇക്കാര്യം സംസാരിച്ചിരുന്നില്ല. മകന്റെ രാഷ്ട്രീയ നിലപാട് തനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ലെന്നായിരുന്നു ആന്റണിയുടെ നിലപാട്. മകൻ ബി.ജെ.പിയിൽ പോയത് തന്റെ അറിവോടെയാണെന്ന് വാദിക്കുന്ന കോൺഗ്രസുകാർ ആന്റണിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. താൻ കോൺഗ്രസ് വിട്ടാൽ അച്ഛൻ വിഷമിക്കുമെന്ന് അനിൽ അറിയാമായിരുന്നു. താൻ ബി.ജെ.പിയിൽ ചേർന്നത് കുടുംബത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കില്ലെന്ന് ആന്റണി പറഞ്ഞെങ്കിലും ആന്റണിക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അനിലിന് നന്നായി അറിയാമായിരുന്നു. അനിൽ പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ രാഷ്ട്രീയവും കടന്നു
നൽകുമെന്ന പിതൃനിന്ദയിൽ എത്തി നിന്നു പത്തനംതിട്ടയിലെ ചർച്ചകൾ. കോൺഗ്രസിലുള്ളത് കാലാഹരണപ്പെട്ട നേതാക്കളാണെന്ന് അനിൽ ആന്റണി പറഞ്ഞത് AK ആന്റണിയെ ഉദ്ദേശിച്ച് തന്നെയാണെന്നും അന്നത്തെ KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആവർത്തിച്ചു. ഹസനെ രൂക്ഷമായ വാക്കുകളിൽ വിമർശിച്ച അനിൽ ആന്റണി 80 കഴിഞ്ഞ ഹസനെ പോലെയുള്ളവരാണ് കാലാഹരണപ്പെട്ടവരെന്ന് വിളിച്ചതെന്നാണ് അനിലിന്റെ മറുപടി. തന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഹസൻ തന്നെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിലാണ് ആന്റണിക്ക് സങ്കടം. അനിലിന്റെ മറുപടിക്ക് പിന്നാലെയാണ് വീണ്ടും വിമർശനം ആവർത്തിച്ചുകൊണ്ട് MM ഹസൻ രംഗത്തെത്തിയത്. അനിൽ ആന്റണി മറുപടി അർഹിക്കുന്നില്ലെന്നും ഇന്നലെ പറയാനുള്ളത് പറഞ്ഞുവെന്നും അതിൽ നിന്ന് പിന്നോട്ടുമില്ലെന്നായിരുന്നു MM ഹസന്റെ പ്രതികരണം. സ്വന്തം അപ്പനെതിരായി പറഞ്ഞ് മതിയായപ്പോൾ ബാക്കിയുള്ളവർക്കെതിരെ പറയുകയാണ് അനിൽ. പിതൃനിന്ദ കാട്ടിയ ആൾക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്നും ഹസൻ പറഞ്ഞു. BJP സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി വന്നതിലെ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ അവസാന ലാപ്പിൽ സാക്ഷാൽ AK ആന്റണിയെ തന്നെ കോൺഗ്രസ് ഇറക്കി എന്നതാണ് ഹസന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. മകൻ തോൽക്കുമെന്ന് അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചു. കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ ആന്റണിക്ക് ചൂടൻ മറുപടി നൽകി അനിൽ ഏറ്റുപിടിച്ചു. അങ്ങനെ കൊണ്ടും കൊടുത്തും പിതൃനിന്ദയിൽ എത്തി നിന്നു പത്തനംതിട്ടയിലെ രാഷ്ട്രീയ ചർച്ച. അനിൽ K ആന്റണി പിതൃനിന്ദ നടത്തിയെന്ന പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് MM ഹസന് മറുപടിയുമായി പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ K ആന്റണി രംഗത്തെത്തി. കാലഹരണപ്പെട്ട നേതാവ് എന്ന് താൻ പറഞ്ഞത് ഹസനെ പോലെയുള്ള നേതാക്കളെ ഉദ്ദേശിച്ചാണെന്നും 80 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഹസനാണ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നും അനിൽ K ആന്റണി പറഞ്ഞു. ഹസന്റേത് സംസ്കാരമില്ലാത്ത വാക്കുകളാണെന്നും അതിന് വേറെ മറുപടിയില്ലെന്നും അനിൽ K ആന്റണി പറഞ്ഞു. കോഴ ആരോപണത്തിലും അനിൽ K ആന്റണി പ്രതികരിച്ചു. വ്യക്തിഹത്യ ചെയ്യുന്നവരെ വെറുതെ വിടാൻ പോകുന്നില്ലെന്നും അനിൽ ആന്റണി പറഞ്ഞു. നിയമപരമായ നടപടി കാത്തിരുന്ന് കാണാമെന്നും കർമ്മം പോലെ കാര്യങ്ങൾ വന്നോളുമെന്നും അനിൽ പറഞ്ഞു. അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും എക്കാലവും നിലനിൽക്കുമെന്നും BJP ആസ്ഥാനത്ത് നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിലും അനിൽ പറഞ്ഞിരുന്നു. AK ആന്റണിയും BJPയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു മറുപടി. ചോദ്യമുയർന്നയുടൻ വാർത്താ സമ്മേളനം നിയന്ത്രിച്ച BJP നേതാവ് വിഷയം പാർലമെന്റ് സ്തംഭനത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഇങ്ങനെയൊരു ചോദ്യം മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായപ്പോൾ ആന്റണി വല്ലാതെ വിഷമിച്ചിരിക്കണം. മകന്റെ വാർത്താ സമ്മേളനം പൂർണ്ണമായി കാണാൻ ആന്റണി തയ്യാറായില്ല. എന്നാൽ വീട്ടിൽ 4 പേരുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും സഹോദരനും ഞാനും. ഞങ്ങൾ ഓരോരുത്തരും വളരെ വ്യത്യസ്തമായ വ്യക്തിത്വമുള്ളവരാണ്. അദ്ദേഹം എൻ്റെ അച്ഛനാണ്. ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമാണുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതും അച്ഛനെയാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല, മറിച്ച് ആശയങ്ങളെ സംബന്ധിച്ച അഭിപ്രായ ഭിന്നതയാണ്. BJPയിൽ ചേർന്നത് ശരിയായ ചുവടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും അതേപടി നിലനിൽക്കും, എക്കാലവും നിലനിൽക്കുകയും ചെയ്യും. രാഷ്ട്രീയം എൻ്റെ കുടുംബത്തിനുള്ളിൽ ഒരിക്കലും ഭിന്നത ഉണ്ടാക്കില്ല എന്നാണ് അനിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അഞ്ജനത്തിൽ ഇതുണ്ടാക്കിയത് വൻ സ്ഫോടനമാണ്. ഏറെ പരീക്ഷീണനായിരുന്ന ആന്റണി BJPയിൽ ചേരാനുള്ള അനിൽ ആന്റണിയുടെ തീരുമാനം വേദനിപ്പിച്ചെന്ന് AK ആന്റണി അന്ന് പറഞ്ഞു. തികച്ചും തെറ്റായ തീരുമാനമാണെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും വികാരധീനനായ ആന്റണി പറഞ്ഞു. ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് കടന്നു പോകുന്നതും എനിക്ക് 82 വയസ്സായി. ഇനി എത്ര നാൾ ജീവിക്കുമെന്നും അറിയില്ല. ദീർഘായുസ്സിന് താല്പര്യവുമില്ല. പക്ഷെ എത്ര നാൾ ജീവിച്ചാലും ഞാൻ മരിക്കുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനായിരിക്കും. അനിലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ചോദ്യോത്തരങ്ങൾക്കും ഇനി തയ്യാറാകില്ല. ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമാണ് ഇതെന്നാണ് അന്ന് AK ആന്റണി പറഞ്ഞത്. KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട AK ആന്റണി കണ്ണുകൾ നിറഞ്ഞ് വികാരഭരിതനായാണ് പ്രതികരിച്ചത്. ചോദ്യങ്ങൾക്ക് നിൽക്കാതെ KPCC ഓഫീസിലെ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. അച്ഛൻ വേദനിക്കുന്നതിൽ അനിലിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ആന്റണിക്കെതിരെ CPM സൈബർ സംഘങ്ങൾ രംഗത്തുള്ളത് ആന്റണിയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ആന്റണി BJPയിൽ എത്തുമെന്ന് പ്രചരിപ്പിക്കുന്നവരിൽ CPMകാരുമുണ്ട്. ക്രൈസ്തവ സഭകളെ പാർട്ടിയിലെത്തിക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് അനിലിന്റെ രംഗപ്രവേശം. അനിലിനെ BJPയിൽ എത്തിക്കാൻ ക്രൈസ്തവ സഭകളും മുൻകൈയെടുത്തതായി വാർത്തകളുണ്ട്. കോൺഗ്രസിന്റെ തകർച്ചയിൽ ക്രൈസ്തവ സഭകൾ ആശങ്കാകുലരാണ്. അവർക്കിനി സ്വന്തം ആളുകൾ BJPയിൽ എത്തണം. കേരളത്തിലെ മെത്രാന്മാരെ BJP ചാക്കിലാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നൽകിയ അനിലിന്റെ സ്ഥാനാർത്ഥിത്വം ഇതിന് ഒരു ഉദാഹരണമാണ്. ലോകം അറിയപ്പെടുന്ന ഒരു ഇലക്ഷൻ അനലിസ്റ്റാണ് അനിൽ ആന്റണി. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ അനിലിന് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ബിരുദമുണ്ട്. കോളേജ് പഠനകാലത്ത് അനിലും സുഹൃത്തുക്കളും ചേർന്ന് രൂപീകരിച്ച മൊബൈൽ ടെക്നോളജി സംരംഭം വലിയ ചർച്ചയായിരുന്നു. നോട്ട് നിരോധനത്തിന്റെ സമയത്ത് നോ കറൻസി വ്യവഹാരങ്ങൾക്കായി ഒരുക്കിയ മൊബൈൽ ആപ്ലിക്കേഷനുകളാണ്
അന്ന് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. അനിലിന്റെ രാഷ്ട്രീയ പ്രവേശനം അപ്രതീക്ഷിതമായിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നവമാധ്യമങ്ങളിൽ നടത്തിയ പ്രചാരണമാണ് അനിൽ ആന്റണിയെ ശ്രദ്ധേയനാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അനിൽ ഒരുക്കിയ സൈബർ തന്ത്രങ്ങൾ പാർട്ടിക്ക് ഗുണം ചെയ്തെന്നായിരുന്നു വിലയിരുത്തൽ. അമേരിക്കയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മികച്ച എഞ്ചിനീയർ കൂടിയാണ് അനിൽ. ഡിജിറ്റൽ മാധ്യമ രംഗത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവുണ്ട്. കോൺഗ്രസിലേക്കുള്ള അനിലിന്റെ വരവും അത്തരത്തിലായിരുന്നു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം ഉപയോഗിക്കുന്ന ഡാറ്റ അനാലിസിസ് രീതിയാണ് അനിൽ അവതരിപ്പിച്ചത്. കേരളത്തിലെ പ്രളയ സമയത്ത് കുടിവെള്ളം, ഭക്ഷണം, മരുന്ന് തുടങ്ങിയവ ശേഖരിക്കാൻ അനിൽ ആന്റണി നടത്തിയ പ്രവർത്തനവും വാർത്തയായിരുന്നു. കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതല കോൺഗ്രസ് നേതൃത്വം അനിൽ ആന്റണിയെയും സംഘത്തിനെയും ഏൽപ്പിക്കുകയായിരുന്നു. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിലും അനിൽ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് അനിലിന്റെ പ്രചാരണ രീതി. US തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പൊതുവികാരം എതിരായിട്ടും ട്രംപ് വിജയിച്ചതിന് പിന്നിൽ ഡിജിറ്റൽ മീഡിയയിലെ പ്രചാരണമായിരുന്നു. ഇതേ സാങ്കേതിക വിദ്യ തന്നെയാണ് അനിലും ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട്. ഇതേ ഡാറ്റ അനലിറ്റിക്സ് വൈദഗ്ധ്യം തന്നെയാണ് അനിലിന്റെ കേരളത്തിലേക്കുള്ള വരവിന് പിന്നിലും. 4 വർഷം മുമ്പ് KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെൽ അധ്യക്ഷനായി അനിലിനെ നിർദ്ദേശിച്ചതും ശശി തരൂരാണ്. അന്നത്തെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇതിന് പിന്തുണ നൽകിയതോടെ അനിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തുകയായിരുന്നു. അന്ന് ഇതിനെ ശക്തമായി എതിർത്തത് കോൺഗ്രസിലെ യുവ നേതാക്കളായിരുന്നു. രാഷ്ട്രീയത്തിനൊപ്പം അവർ ഭയന്നത് അനിലിന്റെ കഴിവുകളെയായിരുന്നു. തങ്ങളുടെ അവസരങ്ങൾക്ക് അനിൽ വിഘാതമാകുമെന്ന ഭയവും ഇവരിൽ നിഴലിച്ചിരുന്നു. തുടക്കം മുതൽ തന്നെ ഇവർ അനിൽ നിന്നും അകലം പാലിച്ചിരുന്നു. ഇതുവരെ അനിൽ ആന്റണി മലയാളിക്ക് AK ആന്റണിയുടെ മകൻ മാത്രമായിരുന്നു. വിവാദങ്ങൾക്ക് ചടുലവും കൃത്യവുമായ ഉത്തരങ്ങൾ നൽകി അനിൽ ദേശീയ ശ്രദ്ധ നേടിയെടുത്തു. അധികമാരും അറിയാതെ പോയ അനിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തതോടെ മുഖ്യധാരയിലേക്ക് കടന്നു വരികയാണ്. ശശി തരൂരിന്റെ ശിഷ്യനാണ് അനിൽ. മകൻ BJP പ്രവേശനം നടത്തിയത് അമ്മയുടെ അറിവോടെയാണെന്ന പ്രചാരണം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കുടുംബം തന്റെ കുടുംബത്തിനെതിരെ നിരന്തരം രംഗത്തെത്തിയതിലും ആന്റണിക്ക് കുടുംബത്തിന് വേദനയുണ്ട്. തൽക്കാലം വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴി രാഷ്ട്രീയം ഉപേക്ഷിക്കലാണെന്നും ആന്റണി കരുതി. ഇതിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ആന്റണി നിശബ്ദത തുടർന്നു. എന്നാൽ മല്ലികാർജുൻ ഖാർഗെയെ പോലെ ആന്റണിക്കും ആ അവസരം വന്നു ചേർന്നിരിക്കുകയാണ്.